ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്കിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, 369 മെത്തേഡ്. അപ്പോൾ 369 മെത്തേഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻ കൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സോ ഈ 369 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് മാനിഫെസ്റ്റേഷൻ നടത്തി കൊടുത്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് 369 മെത്തേഡ്. ഓക്കെ, അപ്പോൾ 369 3 നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് വന്നത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് പറയണമല്ലോ. സോ നിക്കോള ടെസ്ല എന്ന് പറയുന്ന സെർബിയൻ അമേരിക്കൻ ഇൻവെൻറ്ററിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം, മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, ഒരു ഫ്യൂച്ചറിസ്റ്റ് ആയിരുന്നു. സോ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ. സോ അദ്ദേഹത്തിൽ നിന്നുമാണ് ഈ 369 മെത്തേഡിന് ഇത്രയും പോപ്പുലാരിറ്റി ഉണ്ടായതെന്ന് പറയാം. അതായത് അദ്ദേഹമാണ് ഈ 369 ഈ 3 നമ്പേഴ്സിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോട്ടുണ്ട്: ഇഫ് യു ഓൺലി ന്യൂ ദ മാഗ്നിഫിഷ്യൻസ് ഓഫ് ദ നമ്പേഴ്സ് 3, 6 and 9 യു വുഡ് ഹാവ് ദ കീ ടു ദി യൂണിവേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് 369 ഈ ഒരു 3 നമ്പറിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടിയെന്നാണ് പറയുന്നത്. ഈ യൂണിവേഴ്സിൻ്റെ അല്ലെ രഹസ്യങ്ങളിലേക്കുള്ള കീ തന്നെ നമുക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. സോ അദ്ദേഹമാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേച്ചറിനെ നോക്കുവാണെങ്കിലും ശരി, മാത്സിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലോട്ട് നോക്കുവാണെങ്കിലും ശരി, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം, അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ്, യൂണിവേഴ്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഈ 3 നമ്പർ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ മാത്സിൽ നോക്കുവാണെങ്കിലും ഗോൾഡൻ റേഷ്യോ എന്നറിയപ്പെടുന്നത് 3:6:9 അല്ലേ. സോ ആയിക്കോട്ടെ, അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് നിൽക്കാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 369 മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒറിജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 369 ഈ ഒരു 3 നമ്പറിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഡിവൈൻ പാറ്റേൺ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് 369 ഈ ഒരു നമ്പറിന് ഒരു ഡിവൈൻ പാറ്റേൺ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഡിവൈൻ പാറ്റേൺ ഉണ്ടെന്നാണ് ബിലീവ് ചെയ്യപ്പെടുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് 369 മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ 369 എന്ന് ഉദ്ദേശിക്കുന്നത് 3 പ്രാവശ്യം നമ്മൾ ഡിസൈർ എഴുതുന്നു, 6 പ്രാവശ്യം നമ്മൾ ഡിസൈർസ് എഴുതുന്നു, 9 പ്രാവശ്യം നമ്മൾ ഡിസൈർ എഴുതുന്നു. അപ്പോൾ നമ്മുടെ ഒരാഗ്രഹമാണ് നമ്മൾ 3 പ്രാവശ്യം, 6 പ്രാവശ്യം, 9 പ്രാവശ്യം ഒക്കെ എഴുതേണ്ടത്. സോ അങ്ങനെ എഴുതുമ്പോൾ നമ്മളുടെ ഫോക്കസ് കൂടുതൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഡിസൈറിലേക്ക് എത്തുകയും ഈ റെപ്പറ്റീഷൻ അതിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന് നോക്കിയാൽ, ഇപ്പോൾ രാവിലെ മോർണിംഗിൽ നിങ്ങളുടെ ആഗ്രഹം 3 തവണ എഴുതുക. ഓർക്കുക, എഴുതുക തന്നെ വേണം കേട്ടോ, പറഞ്ഞാൽ പോരാ, എഴുതുക തന്നെ വേണം. 3 തവണ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതുന്നു. ഇനി ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് നിങ്ങൾ 6 തവണ അതേ ആഗ്രഹം എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിൽ നിങ്ങൾ 9 പ്രാവശ്യം ആ ആഗ്രഹം എഴുതുന്നു. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം: ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഫ്ലോയിങ് ഇൻ ടു മൈ ലൈഫ്. അതായത് എന്നിലേക്ക് വരുന്ന ആ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ്, അല്ലെങ്കിൽ സാമ്പത്തികമായ സമൃദ്ധിക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് വേണം എഴുതാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾക്ക് എന്താണോ കുറവുള്ളത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മളിലേക്ക് വരുന്നതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ വേണം എഴുതാൻ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മളൊരു പ്രസൻറ്റ് ടെൻസിൽ വേണം ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കണം, അതായത് ആവശ്യപ്പെടുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഇരിക്കണം. അതായത് നമ്മുടെ വേഗമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ച് പൈസ വേണം, അപ്പം ഐ വാണ്ട് ടു ബി റിച്ച് എന്ന് എഴുതരുത്. അതായത് നമുക്ക് പണക്കാരനാണ് അങ്ങനെയല്ല എഴുതേണ്ടത്. അതിന് പകരം നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതുക: ഐ ഏൺ 1 lakh per month
എഫേർട്ട്ലെസ്ലി ഞാൻ വളരെ ആയാസരഹിതമായി 1,00,000 രൂപ ഓരോ മാസവും പ്രതിമാസം സമ്പാദിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഏൺ ചെയ്യുന്നു എന്ന് നിങ്ങൾ എഴുതുക. അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് വേണം എഴുതാനായിട്ട്. പ്രസൻറ്റ് ടെൻസിൽ എഴുതുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രസൻറ്റ് ടെൻസിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഏതെങ്കിലും ഒരു ഫോം, പ്രസൻറ്റ് കണ്ടിന്യൂസോ അങ്ങനെ എന്തെങ്കിലും എഴുതുക. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഐ എം അട്രാക്റ്റിംഗ് മൈ ഡ്രീം പാർട്ട്ണർ ഇൻ ടു മൈ ലൈഫ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഡ്രീം പാർട്ട്ണറിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എഴുതുക. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഡിസൈഡ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു റുട്ടീനിൽ സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ എല്ലാ ദിവസവും ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോലും വിട്ടുപോകരുത്. നിങ്ങളൊരു ദിവസം വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു നേരം നിങ്ങൾ വിട്ടുപോയാൽ വീണ്ടും ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളൊരു 33 ദിവസമെങ്കിലും ഇത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മിനിമം ഒരു 33 ദിവസമെങ്കിലും ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി 369 മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 33 ദിവസമെങ്കിലും എടുക്കുക, എഴുതിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് 33 ദിവസത്തിന് ശേഷം വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, നമ്മളിത് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, അതായത് നമ്മളത് യൂണിവേഴ്സിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ ഒരു കാര്യം യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ് നിരന്തരമായി ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമില്ല. നമ്മളത് ആവശ്യപ്പെട്ടതിന് ശേഷം, ആ സമയത്തിന് ശേഷം നമുക്കത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം. യൂണിവേഴ്സ് അത് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. സോ ആ ഒരു മെത്തേഡാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഫോക്കസും റെപ്പറ്റീഷനും എത്രത്തോളം ഉണ്ട്. നമ്മളിത് എഴുതുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കുക, അതിലേക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫോക്കസ് കൊടുക്കുകയും നമ്മുടെ ഇമോഷണൽ അലൈൻമെൻറ്റ് അവിടെ ഉണ്ടാക്കുകയും ചെയ്യണം. അതായത് നമ്മളുടെ തോട്ട്സും ആക്ഷനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കണം. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മളുടെ ചിന്തകളും ഇത് നടക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കുകയും വേണം. അതുപോലെ തന്നെ അതൊരു പോസിറ്റീവായിട്ടുള്ള വൈബ്സ് ക്രിയേറ്റ് ചെയ്യുകയും വേണം കേട്ടോ. അതുപോലെ അതായത് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയും. നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു എനർജി, അതായത് നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു കാര്യം റിയാലിറ്റി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് റിയാലിറ്റി ആകുമ്പോൾ നമുക്ക് എത്രയോ ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ. അപ്പം ആ ഒരു സന്തോഷം കിട്ടുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ എന്തായിരിക്കുമോ ആ ഒരു വൈബ്രേഷനിലേക്ക് നിങ്ങളത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക. അതായത് ആ ഒരു ഇമോഷണൽ അലൈൻമെൻറ്റ് അവിടെ എത്തിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേ പോസിറ്റീവ്. അതായത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളിത് എഴുതിയതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോവാതെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കണം. നമ്മൾ സമാധാനമായിട്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ക്ഷമയോടെ ഇരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു 369 മെത്തേഡിൻ്റെ കൂടെ നിങ്ങൾ അഫർമേഷൻസ് കൂടി യൂസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇരട്ടി വേഗതയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഡോണ്ട് ഫോക്കസ് ഓൺ നെഗറ്റീവ് തിങ്സിലേക്ക് നിങ്ങളുടെ ഫോക്കസ് വേണ്ട. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് വളരെയധികം തടസ്സം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്തും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തിങ്സ് എഴുതാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ എഴുതുമ്പോൾ എനിക്ക് തകർന്നു പോകാൻ താല്പര്യം, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകുന്നില്ല, അങ്ങനെയൊന്നും എഴുതരുത്. അതായത് നിങ്ങൾക്ക് ഡെവലപ്ഡ് ആയ നിങ്ങൾ ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആവുകയാണെങ്കിൽ ഫൈനാൻഷ്യലി അബണ്ടൻ്റ് എന്ന് എഴുതാവുള്ളൂ. നിങ്ങളൊരിക്കലും എൻ്റെ കടം തീർന്നു അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡ്സ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എഴുതുമ്പോഴോ അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യുമ്പോഴോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് 369 മെത്തേഡിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.